വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ദേശീയ തലത്തിൽ നിന്ന് വരികയാണ്. വോട്ട് മോഷണത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നാളെ രാവിലെ 10 മണിക്ക് ദില്ലിയിൽ പ്രത്യേക വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയിലെ വിവരങ്ങളാകും പുറത്തുവിടുക എന്നാണ് സൂചന. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, നേരത്തെ പ്രതിപക്ഷ നേതാവ് ബാംഗ്ലൂരിലെ മണ്ഡലത്തിലെ പുറത്തുവിട്ട ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ, വോട്ടിലെ ക്രമക്കേടുകളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. വലിയ ചർച്ചയാവുകയും ചെയ്തു. പ്രതിപക്ഷം ഒന്നടങ്കം ഇന്ത്യ സഖ്യം ഒരുമിച്ച് ആ വിഷയം ഏറ്റെടുത്ത് രംഗത്ത് വരികയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ കൂടുതൽ തെളിവുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തുവിടാനുണ്ടായെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അത് പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയിൽ നിന്നാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മനു, തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നതാണ്. അതായത് ഈ വോട്ട് മോഷണത്തിൽ വലിയൊരു ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കാനുണ്ടെന്നും ആ ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുഖത്ത് മുണ്ടിട്ട് ഓടേണ്ടി വരുമെന്ന തരത്തിലൊരു പ്രസ്താവന രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ നടത്തിയിരുന്നു. അതോടൊപ്പമാണ് വോട്ട് മോഷണത്തിൽ വലിയ തലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും പ്രതിരോധത്തിലാക്കുന്ന തലത്തിൽ വലിയ ക്രമക്കേടുകൾ നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി അടക്കം ചൂണ്ടിക്കാട്ടുകയും ഇന്ത്യ സഖ്യം വലിയ തലത്തിലുള്ള പ്രതിഷേധമടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നടത്തിയ ഒരു സാഹചര്യമുണ്ട്. അതിന്റെ രണ്ടാം ഘട്ടമെന്ന നിലയിലാണ് നാളെ കൂടുതൽ തെളിവുകൾ പുറത്തുവിടാനായിട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നത് ഇന്ന് ഇത്തരത്തിൽ ഈ തെളിവുകൾ പുറത്തുവിടും എന്നതായിരുന്നു. ഇന്ന് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്ന് നടത്താനിരുന്ന വാർത്താ സമ്മേളനമാണ് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. എന്തായാലും അല്പം മുന്നെയാണ് ഇത്തരത്തിൽ നാളെ രാവിലെ 10 മണിയോടുകൂടി രാഹുൽ ഗാന്ധി പ്രത്യേക വാർത്താ സമ്മേളനം നടത്തുമെന്നും അതിൽ വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ട് വലിയ തലത്തിലുള്ള തെളിവുകൾ പുറത്തുവിടുമെന്നും അറിയിച്ചിരിക്കുന്നത്. അത് ഏറ്റവും പ്രധാനമായിട്ട് വാരണാസി മണ്ഡലവുമായി ബന്ധപ്പെട്ടുള്ള വോട്ട് മോഷണത്തിന്റെ തെളിവുകളാണ് പുറത്തുവിടുക എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതും ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ രാഹുൽ ഗാന്ധി തന്നെ വ്യക്തമാക്കിയത് ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കാനുണ്ട്. അത്തരത്തിൽ ആ ഒരു ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ തലത്തിൽ നാണക്കേടുണ്ടാകുന്ന ഒരു സാഹചര്യമായിരിക്കും വോട്ട് മോഷണത്തിൽ ഉണ്ടാവുക എന്നൊരു വെല്ലുവിളി തന്നെയാണ് രാഹുൽ ഗാന്ധി നടത്തിയിരുന്നത്. എന്തായാലും നാളെ രാവിലെ 10 മണിക്ക് രാഹുൽ ഗാന്ധി നടത്താൻ പോകുന്ന വാർത്താ സമ്മേളനം, ആ ഒരു വാർത്താ സമ്മേളനം തന്നെയാണ് ദേശീയ മാധ്യമങ്ങളടക്കം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. മനു, ശരി. ഏതായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയിലെ വോട്ട് കൊള്ളയെക്കുറിച്ച് സംസാരിക്കാൻ നാളെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ലോക്സഭയിലെ മാധ്യമങ്ങളെ കാണുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വോട്ട് കൊള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോലും മുഖം നഷ്ടപ്പെടുത്തിയ ഒരു സാഹചര്യം നമ്മുടെ മുൻപിലുണ്ട്. അപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്ന് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം പറഞ്ഞത് ഒരു ഹൈഡ്രജൻ ബോംബ് വരാനുണ്ടെന്ന്. ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞേക്കൂട്ട് ബോംബല്ല കേട്ടോ, ഇതൊരു കൊള്ളാവുന്ന ബോംബാണെന്ന് തോന്നുന്നു. നമുക്ക് നാളെ കാത്തിരിക്കാം. ഏതായാലും പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനത്തിനായിട്ട്